വെട്ടത്തിലെ പാട്ട് പാടിയില്ലേ, ശരിക്കും വെട്ടത്തിൽ അഭിനയിക്കാനാണോ പോയത്? വെട്ടത്തിൽ അഭിനയിക്കാനാണ് വിളിച്ചത് പ്രിൻസ് സാറ്. ഏത് റോളായിരുന്നു? നവാസ് ചെയ്ത വേഷം. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നീ ഒന്ന് പാട്ടൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ബേണി ഇഗ്നേഷ്യസ് ഇരുന്ന് മ്യൂസിക് ചെയ്യുന്നുണ്ട്, സ്റ്റീഫൻ ദേവസിയാണ് കീബോർഡ് അവിടെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ ട്യൂൺ ഇട്ട് വന്ന് ആദ്യം ഫോർട്ട് കൊച്ചിയിൽ ഐസ് കട്ടക്ക് പെയിന്റ് അടിച്ചൊരു ചങ്ങായി, ബോട്ട് മുങ്ങിയ കടലിൽ നല്ലൊരു വര വരച്ചൊരു ചങ്ങായി എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പോൾ ഈ ലിറിക്സ് കംപ്ലീറ്റ് വായിച്ചു നോക്കിയിട്ട് പ്രിയൻ സാർ പറഞ്ഞ് ഒറ്റ വരി മാറ്റണ്ട, കറക്റ്റ് അത് അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ സാറ് ചിരിച്ചു. ഇത് എന്താ പറയുക, അന്ന് മണിയുടെ ഈ അവാർഡ് പ്രശ്നം നടക്കുന്നത്, അത് കഴിഞ്ഞ് മണി അഭിനയിക്കണ്ടല്ലോ. മണിയുടെ പോർഷനിൽ സ്പിൽബർഗിൻ ഫിലിമിൽ ഞാനൊന്ന് ചെത്തി പൊളിച്ച് നടക്കുമേട, ന്യൂ നീഗ്രോ സ്റ്റൈലൻ ഹീറോ എന്നെ വെള്ളക്കാർ വാഴ്ത്തുമേട എന്ന് പറയുമ്പോൾ ദിലീപ് പാടുന്ന സാധനമുണ്ട്, ഏറ്റവും നല്ല മികച്ച നടനുള്ള ഓസ്കാർ എനിക്കെന്ന് കേൾക്കുമ്പോഴാണ് നീ ബോധം കെട്ട് വീണ് പണ്ടാറടങ്ങുമോടാ ബോധമില്ലാത്തവനെ, അങ്ങനെ സാധനം ഉണ്ടായിരുന്നു. സാർ ഒറ്റ ചിരിച്ച് സാർ പറഞ്ഞു ഇത് മാറ്റണ്ട, ഇത് അങ്ങനെ തന്നെ ഫിക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ബെണിച്ചേട്ടൻ പറഞ്ഞ് നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ആക്സെൻറ്റ്, റാ വെച്ച് തുടങ്ങാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു റമ്മെടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ച് കെട്ടട ചങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതി. അപ്പോൾ അതിനുശേഷം എനിക്ക് കിട്ടിയൊരു വലിയ കോംപ്ലിമെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ചേട്ടനും ബേണിച്ചേട്ടനും ഇഗ്നേഷ്യസിന് അവർ പറഞ്ഞ് പ്രിൻസ് സാറ് ഒരു വരി പോലും ഇനി മാറ്റണ്ട എന്ന് പറഞ്ഞേക്കുന്ന ആദ്യത്തെ പാട്ടായിരിക്കും കേട്ടോ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമല്ലേ ഇത്.